കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ ടോർച്ചറിങ് ഉണ്ടായ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഫിബിന് നേരെയാണ്. എനിക്കൊന്ന് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇത്രമേൽ ഒരാളെ ടാർഗറ്റ് ചെയ്ത് ബിഗ് ബോസ് ലാലേട്ടനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്ന ആദ്യത്തെ സംഭവമാണെന്ന് തോന്നുന്നു. എന്തൊക്കെ സംഭവങ്ങൾ നടത്തിയിരുന്നു. നിസാരം ഒരു കൈകൊണ്ട് ഒരാക്യം കാണിച്ചു. ബിഗ് ബോസിൻ്റെ ക്യാമറയിൽ പോലും ഇത് വന്നിട്ടില്ലെന്നാണ് അറിയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് നോക്കിയിട്ട് കാണാൻ പറ്റില്ല, ഇനി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ജാസ്മിനും അഭിഷേക് ജയദീപും കണ്ട ഒരു കാര്യം, അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഫിബിനങ്ങ് സമ്മതിക്കുന്നുമുണ്ട്. ഫിബിൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ അവിടെ തീരുന്നൊരു വിഷയമാണ്. സ്വന്തം ചെയ്ത ഏറ്റ കാര്യം എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറയുന്നു. വേറെ ആരും കണ്ടില്ല, സാക്ഷികൾ വേറെ ആരും ഇല്ല. എന്നിട്ടും ഫിബിനെതിരെ ഭയങ്കര നടപടി, നോമിനേഷനിൽ പറഞ്ഞു വിടുന്നു, പവർ ടീമിൽ നിന്ന് മാറ്റുന്നു. അതുകൂടാതെ നിരന്തരമായ ആക്രമണം. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ നല്ല പ്രവർത്തികൾ ചെയ്ത ഏറ്റവും നല്ല പവർ ടീം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തായിരുന്നു. അതിന് മുമ്പത്തെ ആഴ്ചയിലൊക്കെ ലാലേട്ടനും ബിഗ് ബോസും ഒക്കെ വരുമ്പോൾ പറയുന്നത്, സ്ഥിരമായിട്ട് പറയുന്നത്, പവർ ടീം നിങ്ങളുടെ അധികാരം ഉപയോഗിക്കുന്നില്ല, ഇവരെ അങ്ങനെ നടക്കുന്നു, ഇവരിങ്ങനെ നടക്കുന്നു. അവർ അധികാരം ഉപയോഗിച്ചു കഴിഞ്ഞപ്പം എന്തിനിങ്ങനെ അധികാരം ഉപയോഗിച്ചു എന്നാണ് ചോദ്യം. ഇതാണ് അവസ്ഥ. ഏതായാലും ബിഗ് ബോസിൻ്റെ അണ്ണാക്കിലടിച്ചു കൊടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു നമ്മുടെ ഫിബിൻ. ആ അവസ്ഥയിലാണ്. ബിഗ് ബോസിനെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയിൽ എല്ലാവരും പ്രഹസനം ഇങ്ങനെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് പ്രഹസനം നടത്താറുണ്ട്. നമ്മുടെ ജാസ്മിനും ഗബ്രിയൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം അവർ മെഡിക്കൽ റൂമിലൊക്കെ പോയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ വളരെ സന്തോഷവതിയായിട്ടാണ് അവരതിൻ്റെ ഒരു ഇതൊരു ഗെയിമായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഇത്രയും നേരമായിട്ടും പല പ്രാവശ്യം ബിഗ് ബോസ് നമ്മുടെ ഫിബിനോട് സംസാരിച്ചെങ്കിലും, ഫിബിൻ എനിക്ക് പുറത്ത് പോകണം, എനിക്ക് പറ്റില്ല, നിങ്ങൾക്ക് ആവശ്യം കണ്ടൻ്റ് ആയിരിക്കാം, പക്ഷേ എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മെൻ്റൽ ഹെൽത്താണ്, അതിന് നിങ്ങൾക്ക് മുന്നിൽ നിന്ന് തരാൻ ഞാൻ തയ്യാറല്ല എന്ന് ഒറ്റ വാക്കിൽ പറയുന്ന ഫിബിനെയാണ് ഓർമ്മ വരുന്നത്. ഫിബിന് കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് ചെയ്ത കാര്യങ്ങളോട് ഫിബിന് ഒട്ടും യോജിപ്പില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഏതായാലും ബിഗ് ബോസ് പുറത്ത് വിടാനും തയ്യാറല്ല, ഫിബിനോട് ഗെയിമിൽ പങ്കെടുക്കാമെന്ന് പറയുന്നു. പവർ ടീമിനെയൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നു, ഫിബിൻ വന്നില്ല, ഫിബിൻ മാറിയിരിക്കുകയായിരുന്നു. പിന്നെ പൂജ പോയി വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഫിബിൻ കൈ താഴോട്ട് തല താഴോട്ട് താത്തി അവിടെ ഇരുന്നു. ഇതിലൊന്നും ഇടപെടുന്നില്ല, മിണ്ടുന്നില്ല, ആരോടും മിണ്ടുന്നില്ല. ഫിബിൻ ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നു. ഇനിയും ബിഗ് ബോസ് ഫിബിനെ വിടാനും തയ്യാറല്ല. ഇനി എത്ര ദിവസം എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഫിബിൻ എത്ര ദിവസം ഇങ്ങനെ നിസ്സഹകരണവുമായിട്ട് മുന്നോട്ട് നീങ്ങും? ഗെയിമിലൊക്കെ കളിക്കാതെ മാറി നിന്ന് കഴിഞ്ഞാൽ ബിഗ് ബോസിന് എന്ത് നടപടി എടുക്കേണ്ടി വരും? ബിഗ് ബോസ് ഫിബിനെ പറഞ്ഞു വിടേണ്ടി വരും. അങ്ങനെ വരുവാണെങ്കിൽ ബിഗ് ബോസ് ഫിബിൻ ആവശ്യപ്പെട്ട പ്രകാരം ബിഗ് ബോസിന് പുറത്ത് വിടേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്. ബിഗ് ബോസിന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ചെന്ന് നിൽക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഫുജോയുടെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലൊരു കേസ് നിലനിൽക്കുന്ന സമയത്ത് ഫിബിനും മാനസിക പീഡനം സഹിക്കാൻ വയ്യാതെ ബിഗ് ബോസിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു ഗുരുതരമായ പ്രശ്നത്തിലേക്ക് ഇടയാക്കുമെന്ന് ബിഗ് ബോസിന് നന്നായി അറിയാം. അതാണ് കടലിനും ചെകുത്താനും അകപ്പെട്ട ഒരു അവസ്ഥയിലാണ് ബിഗ് ബോസ്. ബിഗ് ബോസ് ഇത്രമേൽ പ്രതീക്ഷിച്ചില്ല. ഫിബിനെ ഇത്രമേൽ അത് ഇന്നുണ്ടാക്കും എന്നൊന്നും ബിഗ് ബോസ് പ്രതീക്ഷിച്ചില്ല. ഇനി എങ്ങനെ ബിഗ് ബോസ് ഈ കാര്യങ്ങൾ തരണം ചെയ്യും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും.